ചന്ദ്രശേഖരൻ വധക്കേസിൽ എന്തായിരുന്നു നിലപാട്? ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഫണ്ട് ശേഖരണം നടത്തിയില്ലേ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി? ആ പ്രതികളെ ഉൾപ്പെടെ മുഴുവൻ ന്യായീകരിച്ചവരല്ലേ? ഒരു കോടതി ശിക്ഷിച്ചിട്ട് പോലും ആ ശിക്ഷിക്കപ്പെട്ട ആള് ഈ നിരപരാധിയാണെന്ന് പറയും, അദ്ദേഹം മഹാമാനുഷ്യനാണെന്ന് പറഞ്ഞ് അവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതും ഈ പാർട്ടിയുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരല്ലേ? കൊലപാതകം, കത്തിയുടെ ചോരയുടെ മണം കണ്ട് അറപ്പ് മാറാത്ത ക്രിമിനലുകളാണ് CPM. അറപ്പ് മാറാത്ത ക്രിമിനലുകളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഭീകരവാദികളെ പ്രഖ്യാപിക്കണം. ഈ നാടിന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറയുന്ന നിരപരാധികൾ ആരാണ്? ആ നിരപരാധികൾ നിങ്ങൾ പറയുന്നത് പോലെ KV കുഞ്ഞിരാമനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും, അതായത് CBI പിന്നീട് കണ്ടെത്തിയവർ മാത്രമാണോ? അതല്ല, നിലവിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ഈ കൊലക്കുറ്റത്തിന് നേർക്കുനേരെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ആളുകളൊക്കെ നിരപരാധികളാണെന്ന വാദം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഭാഗികമായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതും മറുപടി പറഞ്ഞതുമാണ്. പക്ഷേ രണ്ട് സഹപാനലിസ്റ്റുകളും മാധ്യമപ്രവർത്തകന്റെ രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ സന്ദേഹത്തെയൊക്കെ സത്യസന്ധമായ ഒരു പ്രതികരണമായി ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ മറുപടി പറയാനുള്ള സമയം തരണം. ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 12 മിനിറ്റ് രണ്ടുപേരൂടെ ചേർന്ന് CPIഎമ്മിന് തൂക്കുകയർ വിധിക്കാൻ ഈ അവരവരുടെ അവസരത്തെ ഉപയോഗിച്ചു. എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. തിരികെ മറുപടി പറയാൻ പാതി സമയം തന്നാൽ മതി. രണ്ടുപേർക്ക് കൂടെ അനുവദിച്ച 12 മിനിറ്റിനകത്തൊരു 6 മിനിറ്റ് CPIഎമ്മിനെതിരെ രണ്ടുപേരോടെ മത്സരിച്ച് ഭർസനം നടത്തിയല്ലോ, അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തന്നാൽ മതി. ബഹുമാന്യനായ മാധ്യമപ്രവർത്തകൻ, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് വ്യക്തിപരമായ അദ്ദേഹത്തെ പരിചയമില്ല. ചരിത്രബോധമുള്ള ആളാണ്. CPM വിട്ട ആളാണ് അദ്ദേഹം. ഞാൻ എന്നാൽ തെറ്റിദ്ധരിച്ച് കേട്ടതാണ്. എനിക്ക് മനസ്സിലാക്കുന്നു. കൊയിലാണ്ടി, കോഴിക്കോട്. അപ്പോ ബഹുമാന്യനായ ഈ പറയുന്ന സഹപാനലിസ്റ്റും കോൺഗ്രസ് നേതാവും, അപ്പോൾ ഇവർ രണ്ടുപേരുടെ അവർക്ക് ഈ ex-CPIഎം എന്ന് നിങ്ങൾ പറഞ്ഞ ആൾക്ക് അന്യാദൃശ്യമായ ചരിത്ര ബോധമുണ്ടെന്ന് വേണം കരുതാൻ. അദ്ദേഹം എന്തുകൊണ്ട് കോഴിക്കോടുകാരനായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നു, എനിക്ക് സത്യസന്ധമായി ഇപ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഇരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ 2 വാചകത്തിന് മാത്രമേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. അദ്ദേഹം പറയുന്നു, ശക്തി കേന്ദ്രങ്ങളിൽ ഈ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും മത്സരവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് എന്ന്. ഞാൻ അങ്ങ് മീഡിയ വൺ ചാനലിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ. അങ്ങയോട് ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, കേരളത്തിലെ CPIഎമ്മിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമല്ലേ പിണറായിയും പയ്യന്നൂരും കയ്യൂരും ചീമേനിയും ഒക്കെ? അവിടെയൊക്കെ ആരാ കൊല്ലപ്പെട്ടത്? 2016 ശേഷമല്ലേ പയ്യന്നൂർ DYFIയുടെ ഉശിരനായ പ്രവർത്തകനായിരുന്ന സഖാവ് ധനരാജിനെ സംഘപരിവാരം കൊലപ്പെടുത്തുന്നത്? 2016 ബഹുമാനപ്പെട്ട ex-CPIഎം എന്ന ആലങ്കാരികതയോടുകൂടെ ഇപ്പൊ മീഡിയ വണ്ടെ ഓശാനം പറ്റി വന്നിരിക്കുന്ന മാന്യൻ അദ്ദേഹം മനസ്സിലാക്കണ്ടേ, കണ്ണൂർ ജില്ലയിൽ പിണറായി മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലല്ലേ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന അന്നത്തെ ദിവസം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ കൊന്നുകളഞ്ഞത്? ഓശാരം എന്നുള്ള വാക്ക് പിൻവലിക്കണം. അദ്ദേഹം സമയം ചെലവഴിക്കുകയാണ് ചെയ്യുന്നത് മീഡിയ വണ്ണിന് വേണ്ടി. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഓശാരം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. അല്ല, പക്ഷെ മീഡിയ വൺ നൽകിയ സമയം ഉപയോഗിച്ച് അദ്ദേഹം ചരിത്ര വസ്തുതകൾക്ക് നിരക്കാത്ത പച്ചക്കള്ളം, ഹീനമായ നുണ, മിനിമമായ ഭാഷയിൽ പറഞ്ഞ വൃത്തികേട് ഇരുന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഓശാരം പറ്റിയെന്ന് തന്നെ പറയേണ്ടതായി വരും. കാരണം ഞങ്ങൾക്ക് പൊള്ളുവേ ഈ സമയത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പയ്യന്നൂർ ആരുടെ ശക്തി കേന്ദ്രമായ നേതാവേ ഒന്ന് പറഞ്ഞാട്ടെ? പിണറായി ആരുടെ ശക്തി കേന്ദ്രമായ നേതാവേ ഒന്ന് പറഞ്ഞാട്ടെ? കയ്യൂരും ചീമേനിയും മുനയംകുന്നും ആരുടെ ശക്തി കേന്ദ്രമാണ് നേതാവേ എന്ന് പറയട്ടെ? അങ്ങേക്കറിയില്ലേ, ഇന്ന് ആ ഗ്രാമപഞ്ചായത്ത് CPIഎം ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ പല വാർഡിലും 1ഉം 2ഉം വോട്ട് മാത്രമേ കോൺഗ്രസിൽ ലഭിക്കുന്നുള്ളൂ. എങ്ങനെയാ ശക്തി കേന്ദ്രമായത്? M കോറിനും C കോറിനും ആലവളപ്പിൽ അമ്പുവും കൃഷ്ണനും കുമാരനും എങ്ങനെയാ ഇവിടെ ഇരുന്ന് സമാധാനം പ്രസംഗിച്ച ജെയ്സി തോമസ് പറയുന്നത് CPIഎമ്മിന്റെ മേന്മയായിട്ട് വിശദീകരിക്കരുത്. ഒരു സ്ഥലത്ത് മത്സരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് 1ഉം 2ഉം വോട്ടേ കിട്ടുള്ളൂ. എതിർ പാർട്ടിക്ക് എന്ന് പറയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പാർട്ടി ഗ്രാമം, കുത്തക, കോട്ട എന്നൊക്കെ NV ബാലകൃഷ്ണൻ വിശദീകരിച്ചത്.